ഫ്രണ്ട്സ്, ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു മിൽക്ക് പേടയാണ്. നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാൻ പറ്റും. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മിൽക്ക് പേട റെഡിയാക്കുന്നതിന് വേണ്ടി 1 കപ്പ് മിൽക്ക് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയെല്ലാം ഇതിനകത്തിലേക്ക് നല്ലപോലെ അലിഞ്ഞ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മിൽക്ക് പൗഡർ ചേർന്ന് കൊടുക്കാം. ഇപ്പം നല്ലപോലെ പാല് തിളച്ച് പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ തീയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക. ഇതിലേക്ക് ഷുഗറൊക്കെ നല്ലപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. പാല് നല്ലപോലെ തിളയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് പാൽപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. പാൽപ്പൊടിയുടെ അളവ് കൂട്ടുന്നെങ്കിൽ കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുന്നെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ 1 കപ്പ് മിൽക്കും അതിന് 1 കപ്പ് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. മിൽക്ക് അത്രയും തന്നെ ചേർക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. കുറച്ച് ഉണ്ട കെട്ടാതിരിക്കാൻ കുറച്ച് പാൽപ്പൊടി വെച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ എളുപ്പം തിളച്ച് ഇതങ്ങ് കുറുകി പോകും. ചെറിയ തീയിലിട്ട് ഇതൊന്ന് വേവിച്ചതിന് ശേഷം വറ്റിച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഇതിലേക്ക് പാൽപ്പൊടി മൊത്തം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തൊന്ന് പറ്റിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, എളുപ്പം തന്നെ ഇത് പറ്റി കിട്ടുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, തീയാണെങ്കിൽ കുറച്ചിടുക. ഞാൻ തീ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇത് ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം. ഞാൻ ഒരു ഏലക്കയും കൂടെ ചേർത്താണ് ഷുഗർ പൊടിച്ചിരുന്നത്. ഏലക്ക വേണം നിർബന്ധമൊന്നുമില്ല, എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് ഏലക്കയും കൂടെ ചേർത്തത്. ഇത് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും കൂടെ കുറുകി വരുമ്പോൾ ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട, 1 നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് ഞാൻ 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഏകദേശം നല്ലപോലെ കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം വിട്ട് വരുന്ന ആ പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ 3 ടീസ്പൂൺ നെയ്യാണ് ആകെ ചേർക്കുന്നത്. നെയ്യുടെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം, അതല്ല കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ചേർത്താലും മതി.
പാൽപ്പൊടി ചേർക്കാതെ പാല് തന്നെ ചേർത്ത് ഇങ്ങനെ വറ്റിച്ചെടുക്കാൻ പറ്റും. ചിലവർ പാലിൻ്റെ അളവ് കുറച്ചായിരിക്കും ചേർക്കുന്നത്, പാൽപ്പൊടിയുടെ അളവായിരിക്കും കൂടുതൽ. പക്ഷെ ഒന്നും കൂടെ നല്ലത് രണ്ടും ഒരേ അളവിൽ ചേർത്ത് എടുക്കുന്നതാണ് ശരിയായിട്ടുള്ള കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിലുള്ള മിൽക്ക് പേട കിട്ടുന്നതിന് നല്ലത്. ഇതിനകത്ത് നല്ലപോലെ വിട്ടുവരുന്ന ഒരു പരുവമാണ് വേണ്ടത്. നെയ്യ് ഇനിയും ചേർക്കണമെന്നുള്ളത് ഈ ഒരു സമയത്ത് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും ഇത്രയും നെയ്യ് ചേർക്കുന്നുള്ളൂ. ഈ ഒരു പരുവാണ് ഇതിന്റെ കണക്ക്. എങ്ങും പറ്റാതെ കണ്ടില്ലേ, അതിലെങ്ങും പറ്റാതെ നല്ലപോലെ വിട്ട് വരുന്ന ഒരു പരുവാണ്. ആകുന്നവരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ആയതിനു ശേഷം ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് ചെറിയ തീയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 15 മിനിറ്റ് സമയം എടുക്കത്തതേ ഉള്ളൂ. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം, ഇല്ലെങ്കിൽ ഇതിന് അവിടെ ഇരുന്ന് ഇതിനൊരു കളറ് വേറെ കളറായി മാറും. അതുകൊണ്ട് നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടോടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരല്പം ആറിയതിനു ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മയവാക്കിയതിനു ശേഷം പേടയാക്കി എടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല ചൂടാണ്, നമുക്കിത് കുഴയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അല്പം ആറിയതിനു ശേഷം കുഴച്ചെടുക്കാം. അതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് ഷേപ്പിലാണ് ആക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ ആക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ രീതിയിൽ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഷേപ്പ് ആക്കേണ്ടതെന്ന് വെച്ചാൽ അത് അങ്ങനെ ആക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു പിസ്ത വെക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. ഞാൻ എല്ലാം ഈ രീതിയിൽ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഷേപ്പ് ആക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് ഭംഗിക്ക് വേണ്ടി ഓരോ പിസ്തായും വെച്ചിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ടാണ് ഞാനിതൊന്ന് കുറുക്കിയെടുത്തത്. അതിനുശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാവുന്നതാണ്. ഇനി ഒരു 2-3 മണിക്കൂർ നല്ലപോലെ തണുത്തതിന് ശേഷം ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.